കടലിൽ പഠിക്കുമ്പോ എന്റെ കണവനിങ്ങി വന്നല്ല. അമ്മ എന്തോ വലിയ കോളത്തോട്ടുണ്ടല്ലോ. കടലിൽ ഭയങ്കര മീനൊന്നും കിട്ടിയില്ല. പിന്നെ ഞാൻ അവസാന ജംഗ്ഷനില് മീൻ തട്ടേച്ചെന്ന് ഒരു 150 രൂപയുടെ മീൻ മേടിച്ചു. അതാണല്ലോ പതിവ്. കടലിൽ എന്താ പറ്റുന്ന? എന്താ മീനില്ല? കടലിൽ ഭയങ്കര തിരക്കും ബ്ലോക്കും വഴക്കും ആക്കാണോ? അയ്യോ ചോദിക്കട്ടെ, നിങ്ങൾ നാഷണൽ ഹൈവേയിലാണോ പണിക്ക് പോയത്? കടലിലല്ലേ പോയത്? അല്ല, ബ്ലോക്കും തിരക്കും വഴക്കും എന്നൊക്കെ പറഞ്ഞ് ഈ കടലിലേക്കൊന്ന് നോക്കിയടി. നോക്കിയൊന്ന്. ഒരു തിര വന്ന് വേറൊരു തിരയുടെ മേളിലേക്ക് അടിക്കണ്, അവൻ വന്ന് വേറത്തിന്റെ മേളിലേക്ക് അടിക്കണ്. അവര് തമ്മിൽ കൂട്ടയടി. ഇവരെല്ലാം കൂടി കരക്കോട്ട് കയറിയവന് ഞാനടുത്ത് അവിടെ നിന്ന് ഓടി. ഇത് തന്നെയല്ലേ ചേട്ടാ നിങ്ങൾ എന്നും ചെയ്യുന്നത്? കരക്കിരുന്ന് ഈ കടലിലെ തിര എണ്ണിക്കൊണ്ടിരിക്കും അല്ലേ? എന്നെങ്കിലും ഒരു ദിവസം നിങ്ങളുടെ വലയില് ഒരു മീൻ കുരുങ്ങിയിട്ടുണ്ടോ? നീ എന്റെ ഈ വലയെ കുരുങ്ങിയ പിന്നെ ഒരു മീനും എന്റെ വലയെ കുരുങ്ങിയിട്ടില്ല. ഞാൻ കടലിൽ ചെന്ന് കഴിഞ്ഞാൽ മീനൊക്കെ ഇങ്ങനെ തെന്നിയും പാളിയും പോകുവാന്നേ. ഞാൻ സീനിയർ അല്ലേ, അതുകൊണ്ടായിരിക്കാം ചിലപ്പോ. അതുകൊണ്ടൊന്നല്ല, ഞാൻ ഇവിടെ കിടന്ന് അനുഭവിക്കുന്ന ആ മീനൊക്കെ അവിടെ കിടന്ന് കണ്ടോണ്ടിരിക്കുവാ. നിങ്ങളുടെ കയ്യിലെങ്ങനെ കയറി ഇങ്ങോട്ട് വന്ന അതിന്റെ അപ്പുറം ഇവിടെ കിടന്ന് അനുഭവിക്കണം. അതാ മീനൊന്നും വരാത്തത്. വള്ളം പോകുന്നത്. എന്റെ ദൈവമേ, എത്ര ആലോചനകൾ വന്നതാ. നീ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആലോചന വന്നത്. എന്താ ആലോചന? നിന്നെ ഞാൻ എന്തിനാ കെട്ടിയെന്ന് ആലോചിക്കാൻ. വലിയ തമാശയായി പോയി. എന്തുമാത്രം ചെറുക്കന്മാർ ക്യൂ നിന്നാന്നറിയാവോ? വെറുതെ അല്ലടി നാട്ടുകാർ പറയണത് നീ ബിവറേജിൽ പോയി സാധനം മേടിക്കുന്നു. അല്ലെങ്കിൽ പിന്നെ എങ്ങനെ നിന്റെ പുറകിൽ ആൾക്കാർ ക്യൂ നിൽക്കണത്? ബിവറേജിൽ പോയിട്ടൊന്നുമില്ല, എന്റെ സൗന്ദര്യം കണ്ടിട്ട് ആണുങ്ങൾ എന്റെ പുറകിന് വന്ന് അറിയാമോ? പിന്നെ ഒരു ഫുഡ് ഇൻസ്പെക്ടർ, എന്റെ ദൈവമേ, എന്റെ കഴുത്തോളം എത്തിയതാ കല്യാണം. പക്ഷെ ഒരു നിസാര കാര്യത്തിന് അതങ്ങ് തെന്നി മാറി അങ്ങ് പോയി. നിസാര കാര്യമൊന്നും ആയിരിക്കല. ഫുഡ് ഇൻസ്പെക്ടർ അല്ലേ? അതെ. പോയിസണുള്ള ഫുഡൊന്നും അവരാരും എടുക്കൂല. കൂടി ചെല്ലുമ്പോ പറഞ്ഞോണ്ട് വരരുത്. അകത്ത് പോയിട്ട് എടി എനിക്കൊരു ഉപ്പിട്ട നാരങ്ങാ വെള്ളമെങ്കിലും താ. ഞാനൊരു കാര്യം പറയട്ടെ, അടുത്ത ആഴ്ച എന്റെ ചേച്ചിയുടെ മോടെ കല്യാണമാണോ? അവക്ക് ഇത്തിരി പൈസ എന്തെങ്കിലും കൊടുക്കണം. ഒരു 10,000 രൂപയെങ്കിലും കൊടുക്കണം. എന്തെങ്കിലും കരുതിയിട്ടുണ്ടോ? കൊടുക്കണം. നിന്റെ ചേച്ചിയുടെ മോളെന്ന് പറഞ്ഞാ എന്റെ മോളല്ലേ? എന്തോന്നാ? നമ്മുടെ മോളല്ലേടി? നമ്മുടെ മോള്. അങ്ങനെ പറ. എന്തെങ്കിലും അറിഞ്ഞും കേട്ടും ഒക്കെ കൊടുക്കണം. കൊടുക്കണം. ഞാൻ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ വട്ടിപ്പലിശക്കൊക്കെ എടുത്ത് ഒരു 5,000 രൂപ ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഒരു 5,000 രൂപയുടെ ഇവിടുന്ന് ഒപ്പിച്ചോണ്ട് പറഞ്ഞാൽ ഒരു 10,000 രൂപ അവക്ക് കൊടുക്കണം. നടക്കണ കേസല്ലേ കേട്ടോ? എന്തോന്ന്? നീ ബാക്കിയോടെ കാശ് ഒപ്പിക്കുക, എന്റെ ഇവിടെ കിടക്കണ കാശ്. അതിപ്പോ നിങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ലേ? എനിക്കൊന്നും ഉത്തരവാദിത്വം. നിങ്ങൾ 5,000 രൂപ എവിടുന്നേലും ഒപ്പിക്കണം, അല്ലെങ്കിൽ ഒരു മുഴം കയറി ഞാൻ അങ്ങ് തൂങ്ങി ആടും. ഒരു മുഴമെന്ന് പറഞ്ഞ ഇതാണ്. നീ ഇതിൽ എങ്ങനെ കിടന്ന് തൂങ്ങിയാടും? അല്ലല്ല പറ, അവിടെ പറ. എന്തായാലും 5,000 രൂപ ഇന്ന് വൈകുന്നേരത്ത് ഒപ്പിച്ചോണ്ട് പറഞ്ഞു. 5,000 രൂപ ഞാൻ ഇവിടുന്ന് ഒപ്പിക്കാനാണെന്ന്? അല്ലെങ്കിൽ ഇവിടെ ഒരു ശവം ആടും. നീ ആയിരിക്കും. അല്ല, നിങ്ങളെ ഞാൻ തൂക്കിക്കൊല്ലും. എന്താ മീനെ കൊണ്ടുപോവാ. തട്ടല്ലേ മീൻ കൂട്ടാൻ തന്നെ എന്റെ ഗതി. 5,000 ഇരിക്കണ ഇരിപ്പ് കണ്ട. 2,000 രൂപ എന്നോട് കടം ചോദിച്ചിട്ട് എന്റെ ഈ കൊടുക്കാൻ കാശില്ല. പകരം എന്റെ പെങ്ങട കഴുത്തേ കിടന്ന 2.5 പവന്റെ മാല എടുത്തു കൊടുത്തു ഞാൻ അവന്. എന്നിട്ട് അത് അവൻ പൈസ കൊണ്ടുവന്ന് തരണ്ടേ അവൻ. പിന്നെ ഞാനല്ലേ? ഞാനോർത്ത് വല്ല കടക്കാരുമായിരിക്കും. നിനക്ക് നാണം ഇല്ലേടാ? എന്ത്? എടാ, ഞാനൊരു അത്യാവശ്യത്തിന് നിന്റെ കുറച്ച് പൈസക്ക് വന്നോടാ 2,000 രൂപ ചോദിക്കാൻ. അപ്പൊ നിന്റെ ഇല്ലാഞ്ഞിട്ട് നീ നിന്റെ പെങ്ങടെ മാല ഊരി എനിക്ക് തന്നില്ലടാ നീ. എന്നിട്ട് ഞാനത് തിരിച്ചു തന്നോടാ. ഞാൻ എന്ത് നെറിവുകെട്ടവനാടാ ഞാൻ. നീ ഒന്ന് ആലോചിക്കണം. ഇപ്പൊ തരാന്ന് പറഞ്ഞു മേടിച്ചാ കൊടുക്കാൻ പഠിക്കണ്ട ഞാൻ. അല്ല അങ്ങനെയല്ലേ? എടാ, ഞാനപ്പോ എന്ത് തോന്നിയ ദിവസമാണ് കാണിച്ചത്? ഇത് ഞാൻ അങ്ങോട്ട് അടിക്കേണ്ട ഡയലോഗ് അല്ലടാ. നീ കയറി ഇങ്ങോട്ട് അടിക്കേണ്ട കാര്യമുണ്ട്. ഞാൻ അങ്ങോട്ട് അടിച്ചെന്നേ ഉള്ളു. കാരണം അറിയാമോ, ഇത് തന്നെയാണ് നീ ചോദിക്കാൻ പോണെന്ന് എനിക്കറിയാം. ഇനി ആവർത്തനം വിരസത ഉണ്ടാക്കരുത്. ഞാനൊന്നും ഉണ്ടാക്കാൻ വന്നല്ല. എനിക്ക് എന്റെ പെങ്ങടെ മാല ഇങ്ങനെ കിട്ടണം. കിട്ടിയില്ലെങ്കിൽ എനിക്ക് വീട്ടിൽ ചെല്ലാൻ പറ്റില്ലെന്ന്. അതിന് പെങ്ങടെ മാല കൊണ്ട് പണയം വെച്ചേക്കണ കടപ്പുറത്ത് എവിടെയെങ്കിലും അല്ല, ഒരു ബാങ്കിൽ കൊണ്ട് പണയം വെച്ചേക്കണത്. എടുക്കാൻ പൈസ വേണ്ടേ? എടാ, നീ എങ്ങനെങ്കിലും പൈസ കൊണ്ട് കൊടുത്ത് എനിക്ക് മാല എടുത്തെങ്കിലും വീട്ടിൽ ചെല്ലാം. എന്റെ കയ്യിൽ പൈസ ഇല്ലെന്ന്. എന്റെ പൈസ ഇല്ലെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? ഞാൻ എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യാം. ഞാൻ 2,000 രൂപ ഞാൻ നിനക്ക് തരാം. നീ കൊണ്ടുപോയിച്ച് എങ്ങനെയെങ്കിലും എനിക്കത് എടുത്ത് താ. 2,000 രൂപക്കല്ല പണയം വെച്ചേക്കണം, 10,000 രൂപക്കാണ്. 10,000 രൂപക്കാണ്? അതെന്താ 10,000 രൂപ വെച്ചത്? ഞാൻ ഈ പണയം വെക്കാൻ വേണ്ടി അവിടെ ചെന്നപ്പം ഒരു സുന്ദരി പെണ്ണ് അവിടെ ഇരിക്കണം വാതിക്കെ. അപ്പൊ ഈ 2.5 പവന്റെ മാലയിട്ട് എങ്ങനെയാണ് 2,000 രൂപ ചോദിക്കണം? നാണക്കടല്ലേ? എന്റെ അന്തസ് പോവില്ല. നമ്മൾ 10,000 രൂപ എടുക്കാൻ പറഞ്ഞു. എനിക്ക് എന്തായാലും ഇന്ന് മാല കിട്ടണം, അല്ലെങ്കിൽ ഞാൻ ഇവിടെ പ്രശ്നം ഉണ്ടാക്കും. ഒരു കാര്യം ചെയ്യാം, ഞാനേ ഒരു 5,000 രൂപ ഞാൻ നിനക്ക് തരാം. ഒരു 5,000 രൂപ ഞാൻ ഒപ്പിച്ചിട്ട് വന്നിട്ടുണ്ട്.
പിടിച്ചാ ബാക്കി കൂടിയിട്ടുണ്ട് എനിക്ക് മാല എടുത്തോണ്ട് വന്നു. ഇല്ലെങ്കിൽ ഞാൻ വിഷയം ഉണ്ടാക്കും. നീ പോയി എനിക്ക് മാല വേണം, ഇല്ലെങ്കിൽ എനിക്ക് വീട്ടിൽ ചെല്ലാൻ പറ്റില്ലെന്ന്. ഇപ്പൊ കാണിച്ച മോശമായി പോയി. നീ 5000 രൂപ എൻ്റെ അടുത്തോണ്ട് ബാക്കി 5000 രൂപ ഞാൻ ഇട്ടിട്ട് ഞാൻ മാല എടുക്കാനായിട്ട്. എടാ 5000 രൂപ എൻ്റെ ഉണ്ടെങ്കിൽ ഞാൻ നിന്റെ തരും. എന്നിട്ട് ഞാൻ നിന്നോട് പറയും നീ 5000 രൂപ ഇട്ട് മാല എടുക്കാൻ. അതെയാണോ അന്തസ്? നീ ഇപ്പൊ കാണിച്ചത് മര്യാദ. ഇനി മേലാൽ ഇത് നീ കാണിക്കരുത്. നിന്റെ വേഷം കണ്ട് എന്റെ അടുത്ത് കളിക്കാല്ല. നീ കാശ് കൊണ്ട കൊടുത്തിട്ട് എനിക്ക് മാല ഇപ്പൊ എടുത്തു തന്നെ, ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ പ്രശ്നം ഉണ്ടാക്കും. ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങില്ല. ചേച്ചി ഇവിടെ ഒന്ന് അടങ്ങളിയ. 5000 രൂപ ഇപ്പൊ നീ തന്നു, ബാക്കി 5000 രൂപ ഇടണം. അവിടെ കയ്യിൽ ഒരു 5000 രൂപ ഇരിപ്പുണ്ട്. അവിടെ ചേച്ചിയുടെ മകളുടെ കല്യാണത്തിന് വേണ്ടി വെച്ചിരിക്കുന്ന പൈസയാണ്. ആ പൈസ ഞാൻ അവളെ കൊണ്ട് എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് ഊരിപ്പിക്കാം. ഞാൻ ചോദിച്ചാൽ അവള് തരത്തില്ല. നീ ചോദിക്കണം. നീ ആണെങ്കിൽ അവളെ വിട്ട് നേരിട്ട് പരിചയമില്ലല്ലോ. ഇല്ല. ഊരിപ്പണിയുണ്ട്. എന്താണ്? നീ ഒരു മൈക്രോ ഫിനാൻസ് കമ്പനിയുടെ റെപ്രസെന്റേറ്റീവ് ആണ്. ഞാനോ? നീ ഇവിടെ വരുന്നു. നീ ഇവിടെ വന്നിട്ട് 5000 രൂപ നമുക്ക് തന്നു കഴിഞ്ഞാൽ ഒരു പ്രോസസിങ് ഫീ അത് തന്നു കഴിഞ്ഞാൽ 50000 രൂപ അരമണിക്കൂറിൽ അക്കൗണ്ടിലേക്ക് ഇടുമെന്ന് പറഞ്ഞാൽ മതി. 5000 രൂപ നിനക്ക് അവള് തരും. ആ 5000 രൂപ എനിക്കിതാ. അപ്പൊ ഈ 10000 രൂപയായിട്ട് ഞാൻ പോയി മാല എടുത്ത് തരും. അങ്ങനെ കിട്ടുള്ളൂ. പിന്നെ അഭിനയിക്കണോട് അഭിനയിക്കും. ഞാൻ വിളിച്ച അവരെ വിളിച്ച. നീ ഇവിടെ ഇവിടെ ഇരിക്കല്ലേ? ഇറങ്ങാപ്പട്ടി എന്റെ വീട്ടിൽ ഇറങ്ങാപ്പട്ടി എന്റെ വീട്ടിൽ നിന്ന്. എന്റെ വീട്ടിൽ പൈസയുടെ 5 പൈസയുടെ ആവശ്യമില്ല. വനിതകൾക്ക് മാത്രം നിങ്ങൾ പൈസ കൊടുക്കുമെങ്കിൽ വേറെ വനിതകളുണ്ടല്ലോ, അവർക്ക് കൊണ്ട് കൊടുക്ക്. എന്റെ പൈസ എന്ത് ചെയ്തു? ഞാൻ പങ്കായത്തിനടിക്കില്ല. അവൻ പറയണേ, അവൻ വനിതകൾക്ക് 5000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 50000 രൂപ അരമണിക്കൂറിൽ അക്കൗണ്ടിട്ട് കൊടുക്കുന്നു. അത് കൊടുക്കുന്നത് നിനക്ക് മാത്രമേ തരുവുള്ളൂ. ഇവിടെ നാട്ടില് സത്യസന്ധമായ ഒരു സ്ത്രീ ഉള്ളതും കാണാൻ കൊള്ളാവുന്നതും ഭംഗിയുള്ളതുമായ എല്ലാം തിരിച്ചടവ് കൃത്യമായിട്ട് അടയ്ക്കുന്ന ഒരു സ്ത്രീ നീ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നീ 5000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിനക്ക് 50000 രൂപ അക്കൗണ്ടിൽ തരുമെന്ന് ഒരു മൈക്രോ ഫിനാൻസ് കമ്പനിക്കാരൊന്ന് പറയുക. പറഞ്ഞു ഒന്നുകൂടെ പറഞ്ഞേ. നാട്ടിൽ കാണാൻ കൊള്ളാവുന്ന ഒരു പെണ്ണും മേടിച്ചാൽ തിരിച്ചു കൊടുക്കുന്നതും എല്ലാം കൊണ്ടും തികഞ്ഞ ഒരു സ്ത്രീ ഈ പ്രദേശത്ത് നീ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിനക്ക് 50000 രൂപ അക്കൗണ്ടിൽ തരുമെന്ന് ചുമ്മാ അങ്ങ് പറഞ്ഞേക്കുവാ. ഉള്ളതാണോ സാറേ? ഞാനിവിടെ വന്ന് എല്ലായിടത്തും തിരക്കിയപ്പോ പറഞ്ഞ് ചേച്ചിക്ക് പൈസ തന്നു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ 30 ദിവസം കൊണ്ട് അടക്കണ പൈസയാണെങ്കിൽ 25 ദിവസം കൊണ്ട് നമുക്ക് അടച്ചു തീർക്കുമെന്ന്. അങ്ങനെ ഭയങ്കര സത്യസന്ധതയുള്ള ആളെന്നാ പറഞ്ഞത്. എന്താണ് ഈ നാട്ടുകാരെ കൊണ്ട് ഞാൻ ജംഗ്ഷനിലുള്ള ആൾക്കാർ വല്ലതാന്ന് പറഞ്ഞു. എല്ലാ ആൾക്കാരും പറയാണ്. ഈ പള്ളിയുടെ മുന്നിലുള്ള അയാള് പറഞ്ഞായിരുന്നു. അയ്യോ പുള്ളിയാണ് എന്നോട് പറഞ്ഞത് ആർക്കാണ് കാശ് കൊടുക്കണം. ഈ ലോൺ അടച്ച് തീരുമ്പോഴേ ഈ കഥ മാറുമോ? പിന്നെ ഇങ്ങോട്ട് വരുമ്പോ ചായക്കടയിൽ കുറച്ച് പേരുണ്ടായിരുന്നല്ലോ, അവരോട് ചോദിച്ചു. അയ്യോ അവര് നാക്കെടുത്തതേ പറഞ്ഞ പൈസ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ചേച്ചിക്ക് കൊണ്ടേ കൊടുക്കണം. ഞങ്ങൾക്ക് നിങ്ങളുടെ കാശ് വേണ്ട. എന്റെ ഭാര്യക്ക് നിന്റെ പൈസ വേണ്ട. ഞങ്ങൾ അന്തസ്സായിട്ട് ഒരു ഭർത്താവുള്ള ഭാര്യയാണ് അവള്. ഞങ്ങൾക്ക് പൈസയുടെ ആവശ്യം ഇവിടെ ഇല്ല. ശരി, നിങ്ങൾക്ക് പൈസ വേണ്ട, പക്ഷെ എനിക്ക് പൈസ വേണം. ഞാൻ 5000 രൂപ കൊടുക്കും. 50000 രൂപ എന്റെ അക്കൗണ്ടിൽ. ചേച്ചി അതായത് ഞാൻ 5000 രൂപ ചേച്ചി എനിക്ക് തരുന്നു. ഒരു മണിക്കൂറിനുള്ളിൽ ചേച്ചിയുടെ അക്കൗണ്ടിലേക്ക് 50000. അല്ല, ഞാൻ എന്തോ തരണം അതിന്? 5000 രൂപ മാത്രം മതി. 5000 രൂപ തന്നാ മതി, വേറെ ഒന്നും വേണ്ട. വേണ്ട. ഇത് ഞങ്ങൾ പുതിയൊരു സംഭവം കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പൊ 5000 രൂപ തരുന്നു. 50000 രൂപ ഒരു മണിക്കൂറിനുള്ളിൽ. ചേട്ടാ 5000 രൂപ കൊടുക്കേട്ടാ. 50000 കിട്ടുമെന്ന് ഇല്ലല്ലോടി. ഞാൻ നീ ഇരിക്കണ പൈസ എടുത്ത് കൊടു. ഏത് പൈസ? കല്യാണത്തിന് കൊടുക്കാൻ വെച്ചിരിക്കണം. അയ്യോ, അതിപ്പോ എന്റെ ഇല്ല. അത് ഞാൻ രമണിക്ക് പലിശക്ക് കൊടുത്തേക്കുവാ. കല്യാണത്തിന്റെ തലേ ദിവസം എനിക്ക് 5200 രൂപയായിട്ട് തിരിച്ചു തരാന്ന് പറഞ്ഞു. നാടകം പൊളിഞ്ഞ്. നാടകവും അല്ല, നാടകമല്ല, മൊത്തത്തിൽ പൊളിഞ്ഞ്. പിന്നെ ഇല്ല, ചേട്ടൻ പൈസ തന്നേ പറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞില്ല 5000 വേറൊരു 5000 ഉണ്ടാക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു. അത് ഞാൻ പുറത്തേക്ക് പോയി അത് ആരെങ്കിലും ചോദിക്കണ്ടേ? നിങ്ങളുടെ പൈസ ഇല്ലെന്നോ? നിങ്ങളുടെ പൈസ നിങ്ങൾ കൈ തപ്പിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പൈസ കളിയെടുക്കരുത്. കണ്ടോ, പോക്കറ്റ് നിറയെ പൈസ വെച്ചിട്ട് സാറിന് എത്ര വേണ്ടേ? 5000 ഉള്ളത്. 5000 രൂപ എന്നാ സാറേ പിടി. 5000 രൂപ. ഇനി ഞാൻ എവിടെ ഒപ്പിടണ്ടേ? എന്റെ നെഞ്ചത്തൊപ്പിടണം. എന്താ കല്യാണം? സാറേ ഞാനൊന്ന് ഒപ്പിടട്ടെ. ഒന്നാമത്
ആ ഒപ്പിട്ട് ഇനിയിപ്പോ 1 മണിക്കൂർ കഴിയുമ്പോ എന്റെ അക്കൗണ്ടിൽ പൈസ വരുമല്ലോ. വരും. 5000 രൂപ ഞാൻ കൊടുത്തിട്ടുണ്ട് ചേട്ടന്റെ പോക്കറ്റിൽ ഇരുന്ന്. ഇത് എവിടുന്ന് എന്നാലും എന്റെ ചേട്ടൻ ഈ നിമിഷ നേരം കൊണ്ട് നിങ്ങൾ എങ്ങനെ 5000 രൂപ ഒപ്പിച്ച് നിങ്ങളെ സമ്മതിക്കണം കേട്ടോ. എന്റെ ചേച്ചിയുടെ മോളെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മോളാന്ന് പറയുമ്പോ ഞാൻ ഇത്രയും വിചാരിച്ചില്ല കേട്ടോ. ഒരുപാട് പൈസ ഉണ്ടല്ലോ, ഞാൻ എല്ലാം മറച്ചു വെച്ചേക്കും. എന്നാലും എന്റെ ചേട്ടൻ ഇത്ര സ്നേഹമുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. 5000 രൂപ തന്നെ സാറേ. ഞാൻ മൊബൈലിനകത്ത് നോക്കും 1 മണിക്കൂർ കഴിയുമ്പോ എന്റെ അക്കൗണ്ടിൽ 50000 രൂപ കയറണം കേട്ടല്ലോ. ആ എന്നാ സാറിന്റെ പേന പിടിച്ചു. 50000 വേണ്ട നമുക്ക് സ്വർണ്ണക്കട ഇപ്പൊ എന്തെങ്കിലും ഒന്ന് മേടിക്കാം. ഒറ്റ അട്ടി വെച്ചെന്നുണ്ടല്ലോ. ഇത് ആരകാശാണ്, ഇത് ആരകാശാണത്? ഇത് എന്റെ കാശാണോ ഇത്? ഇത് ഞാൻ നിനക്ക് തന്നു, നീ പിന്നെ ഇത് തിരിച്ച് എനിക്ക് തന്നിട്ട് പിന്നെ ഞാൻ എങ്ങനെ ഈ കാശ് കൊണ്ട് നീ മാല എടുക്കും? നീ എടാ ഇപ്പൊ നിനക്ക് ഞാൻ ഒരു 10000 രൂപ തരാനുണ്ട്, ഒരു മാല എടുത്ത് തരാനുണ്ട്. ഉണ്ട്, അല്ലേ പ്രശ്നമുള്ളൂ. നീ അതില് 5000 രൂപ ഞാൻ തരാനുള്ളത് നീ ആദ്യം പിടി. ഓക്കെ, ഇനി എന്റെ ഭാര്യ ഇച്ചിരി മുമ്പ് ഒരു 5000 രൂപ തന്നായിരുന്നു. അപ്പൊ 10000 രൂപ ആയോ? 10000 രൂപ ആയോ? 10000 ആയോ? 10000 രൂപ. ഇനി നീ എന്റെ ഭാര്യയോട് ഒരു വാക്ക് പറഞ്ഞു. എന്ത്? 1/2 മണിക്കൂറിനുള്ളിൽ 45000 രൂപ അക്കൗണ്ടിൽ ഇടാന്ന്. എടാ പട്ടി, ആ പൈസ നീ എപ്പ തരും? ഞാൻ എങ്ങനെ തരൂടാ? ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.